ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. 11 എന്ന് പറഞ്ഞോടെ 2025 പുറത്തിറങ്ങാനുള്ള അറിയിച്ചു. പിന്നെ നാങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ളതും 2025 തിയേറ്ററിൽ പുറത്തിറങ്ങാനുള്ള അറിയിച്ചു. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള നാഗചൈതന്യം അഭിനയിക്കുന്ന പടം. അതിലത്തെ ബുജ്ജി തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നവംബറിൽ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് നവംബർ 21 എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റർ. ഈ സെയിം പോസ്റ്റർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നവംബറിൽ പുറത്തിറങ്ങും എന്നുള്ള അറിയിച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ സായി പല്ലവിയുടെ മുഖമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റർ എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള ഫ്രെയിമാണ് ഇതിൻ്റെ അനൗൺസ്മെന്റിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ ട്രെയിലർ 1.0 ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലർ 2.0 എന്ന് പറഞ്ഞിട്ട് വേറെ ട്രെയിലറോടും പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട് ട്രെയിലർ 2.0. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ യൂബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. അതേമാതിരി പരാരി എന്ന് പറഞ്ഞ യൂബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ജീബ്ര എന്ന് പറഞ്ഞ യൂബാറിയ സർട്ടിഫിക്കേഷനാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ കാൻ എന്ന് പറഞ്ഞ 3 days to go പോസ്റ്റർ ഉണ്ട്. അത് ഓൾറെഡി തെലുങ്കിൽ പുറത്തിറങ്ങിയാണ്. ഇത് മലയാളത്തിൽ 22 തീയതി പുറത്തിറങ്ങുന്നത്, ഈ നവംബർ 22. പിന്നെ ദേവകി നന്ദന വാസുദേവ എന്ന് പറഞ്ഞിട്ടുള്ള ഓടത്തിന് 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ജോലിയോ ജിംഖാന എന്ന് പറഞ്ഞ പോലീസുകാരനെ കെട്ടിക്കിട്ടാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് 6 മണിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസം മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് മിഞ്ഞാന്ന് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ട്സ്പോട്ട് ടു മച്ച് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് വിഘ്നേഷ് കാർത്തിക് എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ അന്തനാൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചേരവയുടെ കാതലിക്ക് നേരമില്ല എന്ന് പറഞ്ഞ പടത്തിന്റെ മ്യൂസിക്കൽ റൈറ്റ്സ് എന്നുവെച്ചാൽ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ടി സീരീസ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. യാറുമാനാണ് മ്യൂസിക്കൊക്കെ എന്ന പടത്തിൽ. പിന്നെ റക്കായി എന്ന് പറഞ്ഞിട്ടുള്ള നയൻതാരയുടെ അടുത്ത പാടാൻ അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ടൈറ്റിൽ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 6 million+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ റെട്ടത്തല എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ വിജയുടെ പടത്തിൽ നിന്ന് അരുൺ വിജയുടെ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക ലുക്കൊക്കെയാണ്. പിന്നെ വണങ്കാന്ന് പറഞ്ഞ പടത്തിൻ്റെയും ബർത്ത്ഡേ വിഷയമുള്ള പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഈ പടം 2025 പൊങ്കലിനായിരിക്കും റിലീസ് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ ഹല മമ്മി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് നാളെ മുതലാണ് സ്റ്റാർട്ടാവുക, എന്നുവെച്ചാൽ 10 മണി മുതൽ, രാവിലെ 10 മണി മുതൽ. പിന്നെ ജയരവിയുടെ 34ാമത്തെ പടത്തിൽ നിന്ന് രത്നകുമാറിൻ്റെ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഈ പടത്തിൻ്റെ കോറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ 2K സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് നാളെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നെ കിഷ്കിന്ത കാണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്ന് OTT സ്ട്രീമിംഗ് ആയിട്ടുണ്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ. പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. അതേമാതിരി സ്മൈൽ മാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഇന്ന് മമ്മൂട്ടി ലോഞ്ച് ചെയ്യുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് മമ്മൂട്ടി കമ്പനിയുടെ ആയിരിക്കും പുറത്തിറക്കുക. പിന്നെ സുരേഷ് ഗോപി പുറത്തിറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. വരലക്ഷ്മി ശരത് കുമാർ ഇറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ആര്യം ലോഞ്ച് ചെയ്യുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കങ്കുവ എന്ന് വെച്ചാൽ ഇപ്പോൾ സൂര്യയുടെ പുറത്തിറങ്ങിയ കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഫസ്റ്റിലുള്ള പ്രസന്റ് പോർഷനിലുള്ള ഒരു 12 മിനിറ്റ് കട്ട് ചെയ്തെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അതിന്റെ സൗണ്ട് ഭയങ്കര ഇതായിട്ടാണ് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ക്ലിയർ ആക്കി എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ കട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിരുന്നു. എന്താണ്ടാവും, എങ്ങനെയായാലും പടം പോയിക്കണം, എന്തായാലും നോക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ സൂര്യയുടെ അടുത്ത് വരാൻ പോണ ഒരു പ്രൊജക്റ്റിൽ പെട്ടാണ് കർണ എന്നിട്ടുള്ള പടം. അതിന്റെ ബഡ്ജറ്റ് 600 കോടി ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് കുറച്ച് ടൈം പിടിക്കും എന്തായാലും. ഇനിയിപ്പോൾ നിലവിൽ ഒരാളുടെ സൂര്യ 44 ആണ്, അത് കഴിഞ്ഞാൽ സൂര്യ 45. ആ പടം സൂര്യ 30 മിനിറ്റ് നരേഷൻ ചെയ്യുമ്പോഴത്തേനും സമ്മതിച്ചെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള ആർജ ബാലാജി. അതേമാതിരി പടം തിയേറ്ററിൽ നല്ല മൊമെന്റ്സ് തരുന്ന ഒരു പടമായിരിക്കും എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബൈ അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടം ഈ ജനുവരി 10 റിലീസ് ആവുന്നുള്ള ഇപ്പോൾ കൺഫേം ആയ രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ വിടാമുയർച്ചി പൊങ്കലിനുണ്ടാവില്ല, അത് വീണ്ടും നീട്ടിയേക്കും എന്നുള്ളതിനാണ് കേൾക്കുന്നത്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പടം ഓൾറെഡി 100 കോടി ആയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 111 കോടിയിലും കൂടുതലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അവർ. അതൊരു പ്രൊമോഷണൽ ഫിഗർ തന്നെയാണ്. ഏകദേശം 102 ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ. 115 എന്തായാലും എത്തണ്ടായിരിക്കും. പിന്നെ മമ്മൂട്ടി മഹേഷ് നാരായണൻ പടം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ 429ാമത്തെ ആളാണ് ഈ മഹേഷ് നാരായണൻ എടുക്കുന്ന പടം. ആ പടത്തിൽ കുഞ്ചാക്കോബൻ, മോഹൻലാൽ, ഫഹദ് ഫാസിലി അങ്ങനെ കുറേ പേര് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ആ പടത്തിൽ നിന്ന് ഈ 3 ആൾക്കാർ എന്ന് വെച്ചാൽ കുഞ്ചാക്കോബൻ, മമ്മൂട്ടി, മോഹൻലാൽ, ഈ 3 ആൾക്കാരും കൂടിയിട്ട് ഉള്ള ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 4 നാട്ടം വന്നിട്ടുണ്ട്. 4 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ആ പടത്തിനായിട്ട് ഞാൻ വെയിറ്റിംഗിലാണ്. ശ്രീലങ്കയിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള തരുൺമൂർത്തി എടുക്കുന്ന മോഹൻലാലിൻ്റെ 360ാമത്തെ പടം. ആ പടത്തിൻ്റെ ഡബ്ബിങ് എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഡബ്ബിങ് കംപ്ലീറ്റ് ആയി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ തന്നെ ഡയറക്ഷൻ ചെയ്ത് പുറത്തിറക്കാൻ പോകുന്ന പടം ഈ ഡിസംബർ 25 പടത്തിൻ്റെ റിലീസ് എന്നുള്ള ഒഫീഷ്യൽ കൺഫേം ചെയ്തു. അതിന് ട്രെയിലർ തിയേറ്ററിലോ കളിച്ചിരുന്നു, യൂട്യൂബിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. ഇന്നിപ്പോൾ 5 മണിക്ക് അത് വരും എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ തലപതി 16 എന്ന് പറഞ്ഞിട്ടുള്ള പടം തലപതി വിജയുടെ കരിയറിൽ ഏറ്റവും ലാസ്റ്റത്തെ പടമായിട്ട് ഇറങ്ങാൻ പോകുന്ന പടം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഭഗവന്ത് കേസരിയുടെ ഒരു റീമേക്കുമായി വരുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ആയിട്ടാണ് വരുന്നത് എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആയിക്കഴിഞ്ഞാൽ പടം മൂഞ്ചി. എന്തായാലും പൂജയുടെ ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ചെന്നൈ മോർണിംഗ്സ് ഡേ 16 എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ തലപതി 16 ഷൂട്ടിംഗ് ആണ് 16ാമത്തെ ദിവസത്തെ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ പുഷ്പ 2 തറൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഇവരെ ടീമൊക്കെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന് നല്ല റെക്കോർഡൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രീ ബിസിനസ് തന്നെ ഓൾറെഡി 1065 കോടിയോളം നടന്നതെന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ USA പ്രീമിയർ എടുക്കേണ്ടത് 4 തീയതി, അതിൻ്റെ പ്രീ സെയിൽസ് മാത്രം 1 million+ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കാനഡയിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടുത്തെ ഇപ്പോൾ പ്രീമിയറിൽ 25K+ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് കളക്ഷൻ. 4 തീയതിയാണ് അവിടെ പ്രീമിയർ. പിന്നെ മാർക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമോന്തൻ്റെ പടം അനീഫദ്ദീനെയാണ് പടം എടുക്കുന്നത്. അവിടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകാൻ
ഫസ്റ്റ് സിംഗിൾക്ക് തോന്നുന്നത് ഓൾറെഡി ഇവർ ആ പൂജയുടെ സമയത്തൊക്കെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ഇറക്കിയായിരുന്നു. ആ മ്യൂസിക്കിൻ്റെ ഫുൾ മ്യൂസിക് അന്നുണ്ട് ഇപ്പോൾ വരാൻ പോണത്. എന്തായാലും പാട്ടിൻ്റെ പേര് ബ്ലഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സിംഗിൾ വരുന്നത് നവംബർ 22-ാം തീയതിയാണ്. നവംബർ 22-ാം തീയതി 5 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ചെറിയൊരു പ്രൊമോ ആയി 20 സെക്കൻഡ് ഒരു പ്രൊമോ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അത് കേട്ടപ്പോൾ തോന്നിയാണ് ആ ഫസ്റ്റ് തീം ഇറക്കിയതിലത്തെ ഫുൾ മ്യൂസിക്കുമായിട്ടാവും വരുന്നുണ്ടാവും എന്നുള്ളത്. രവി ബസ്രൂറാണ് എന്തായാലും മ്യൂസിക് ചെയ്യുന്നത്. വിനായക് ശശികുമാറാണ് പാട്ടിൻ്റെ ലിറിക്ക് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഡബ്സിയാണ് പാടുന്നത്. എന്തായാലും ഗംഭീര പാട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് ലുക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.